ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്ക് ചടപടന്ന് റെഡി ആവാം. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അധികം സമയമില്ല. അപ്പൊ ഞാൻ റീലൊക്കെ എടുക്കാൻ നിന്നു. അപ്പൊ അതിന്റെ തിക്ക് തിരക്കിലും ഒരുപാട് സമയം അങ്ങ് പോയി. നമുക്ക് വേഗം റെഡി ആവാം. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ ഒരു ബ്രോണിന്റെ ഫേഷ്യൽ ഹെയർ റിമൂവർ വെച്ചിട്ട് നമുക്കൊന്ന് ഇവിടുത്തെ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ നല്ല എളുപ്പമാണ്. വേണമെന്നുള്ളവർ ചെയ്താൽ മതി. ചിലർക്ക് എങ്ങനെ വെച്ചാൽ എക്സ്ട്രാ ഹെയർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ PCOD PCOS ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെയിൻലെസ് ആയിട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ താടിയുടെ അവിടെയൊക്കെ ചിലർക്ക് നന്നായിട്ട് മുടിയുണ്ടാവും. ഒന്നും സാരില്ല കേട്ടോ, നശിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റും. എനിക്ക് പക്ഷെ ചെറിയ നനത്ത ഹെയർ ആണുള്ളത്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കളയാറുണ്ട് കേട്ടോ. ഇന്നലെ വെച്ച് പിമ്പിൾ പാച്ച്, മുഖം കഴുകിയിട്ട് വരെ പോയിട്ടില്ല, കുളിച്ചിട്ട് വരെ പോയിട്ടില്ല. എനിക്കിപ്പോൾ പീരിയഡ്സിൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ എന്തായാലും കല്യാണത്തിന് കഴിഞ്ഞ ഇവിടെ ശരണ്യയുടെ കല്യാണത്തിനല്ല എനിക്ക് പീരിയഡ്സ് ഉണ്ടായിരുന്നു. ഇത്തവണ അടുത്ത കല്യാണം എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. ഞങ്ങൾ അവൻ ചെറുപ്പം മുതലേ വീട്ടിലൊക്കെ വരുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് നല്ല അടുപ്പാണ്. അപ്പൊ അതിനും അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചപ്പോ അതും നടക്കില്ല, ഞാൻ പീരിയഡ്സ് ആണ്. അപ്പൊ ഞാൻ ഹെയർ അത്യാവശ്യം റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് 5 മിനിറ്റ് പോലും ഇല്ല, 2 മിനിറ്റ് പോലും എടുത്തില്ല, അപ്പോഴേക്കും കാര്യം കഴിഞ്ഞു. പെട്ടെന്ന് റെഡി ആവും കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ 5 വർഷം ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് പറയണത്. എളുപ്പമാണ്, വേദന എടുക്കില്ല, പെട്ടെന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ കോൺടാക്ട് ലെൻസ് വെക്കുകയാണ്. കളർ ഉള്ളതല്ല, പ്ലെയിൻ ആണ്. ഇതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് കണ്ണ് കാണാൻ പറ്റും. പവറുള്ള കോൺടാക്ട് ലെൻസ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ പവറുള്ളത്, കളർ ഉള്ളതും ഉണ്ട്, കളർ ഇല്ലാത്തതും ഉണ്ട്. ഇന്നിപ്പോൾ കളർ ഇല്ലാത്തത് വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, പെട്ടെന്ന് വെക്കാൻ പറ്റിയില്ലേ? ഇത് ഇത്തിരി പ്രാക്ടീസിന്റെ കാര്യമുള്ളൂ കേട്ടോ. പിന്നെ കൈ നല്ല നീറ്റ് ആയിട്ടുണ്ടാവണം. കഴിഞ്ഞു. നമുക്ക് വിറ്റമിൻ C സിറമാണ് കേട്ടോ, ഡോട്ട് ആൻഡ് കീയുടെ. ഇതെടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. നല്ലതാ, പക്ഷെ നന്നായിട്ട് സൺസ്ക്രീൻ ഉള്ളത് മാത്രം. അപ്പോൾ വിറ്റമിൻ C കഴിഞ്ഞു. ഇനി വന്നിട്ട് അയ്യോ, ടോണർ മറന്നു. ടോണർ ഇട്ടിട്ട് വിറ്റമിൻ C ഇടേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ടോണർ സ്കിപ്പ് ചെയ്യാം, സാരില്ല. അത് കഴിഞ്ഞാൽ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസിങ് ജെല്ലാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒട്ടും ഓയിലി ആക്കില്ല, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഇത് അപ്ലൈ ചെയ്യാം നമുക്ക്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും നന്നായിട്ട് ഇട്ടാൽ തന്നെ നമ്മൾ ഇടുന്ന മേക്കപ്പ് നല്ല അടിപൊളിയായിട്ട് പോകും. നമുക്കുണ്ടല്ലോ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എടുത്തറിയും. അപ്പോൾ നല്ല ഇങ്ങനെ പ്ലം എന്നിരിക്കുന്ന സ്കിന്നില് അതിലാണ് മേക്കപ്പ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നാച്ചുറൽ ലുക്കും ഉണ്ടാവും. അതേപോലെ പിരിപിരാന്നുള്ളൊരു ഫീലൊന്നും ഉണ്ടാവില്ല. അപ്പൊ സൺസ്ക്രീൻ വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. ഇതാകുമ്പോൾ ഒട്ടും ഓയിലി അല്ല കേട്ടോ. നമുക്ക് ബേസ് മേക്കപ്പ് ആണെങ്കിലും വളരെ കുറച്ച് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, മേക്കപ്പില് നമുക്ക് ഐസും അതേപോലെ ലിപ്സും കുറച്ച് കാര്യമായിട്ട് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ മാത്രം. ബേസ് മേക്കപ്പ് എപ്പോഴും കുറച്ച് വെക്കാം, അതാണ് നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ നല്ലത്. സൺസ്ക്രീനും നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ. മെയിനായിട്ട് നമ്മൾ 3 പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യണത്. ഒന്ന്, ഇത് ഇബ കോസ്മെറ്റിക്സിന്റെ പ്രൈമറാണ്. ഞാൻ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറാണ് യൂസ് ചെയ്യണത്. അപ്പം എനിക്ക് എൻ്റെ സ്കിന്നിലെ ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. കുറച്ച് കുഴികളുണ്ട്, അതാണ് കേട്ടോ ഇത്തിരി പ്രശ്നം. അതങ്ങനെ പോവാൻ പ്രയാസമാണ്. നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് വരെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെടുക്കാൻ പറ്റും. ഇവിടെ എനിക്കൊരു വലിയ ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ കോജിക് ആസിഡും അതേപോലെ തന്നെ നിയാസിനമൈഡും റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ട് നല്ല കുറവുണ്ട് കേട്ടോ. പക്ഷെ ഈ കുഴികൾ വന്നു കഴിഞ്ഞാൽ പോവാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഓയിലി ആവുന്ന ഭാഗത്ത്, കുഴികളുള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഓറഞ്ച് കറക്റ്ററാണ് ഞാൻ എടുക്കണത്, കാരണം എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ആണ് കൂടുതലുള്ളത്. ചിലർക്കൊരു റെഡ്നെസ് ആവും ഉണ്ടാവുക, എസ്പെഷ്യലി ഫെയർ ആയിട്ടുള്ളവർക്ക്. അപ്പോൾ വേണമെങ്കിൽ പീച്ച് കറക്റ്റർ എടുക്കാം കേട്ടോ, ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് കേട്ടോ. അതേപോലെ എനിക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് മാത്രം മതി. ഇത് ഇത്ര മാത്രം, ഒരു തുള്ളി. ഈ ഒരു സാധനം മേടിച്ചാണ്ടല്ലോ വർഷങ്ങൾ നിൽക്കും, എക്സ്പയറി കഴിയണവർ ഉപയോഗിക്കാം. പിന്നെ എനിക്ക് ഡാർക്ക്നെസ് ഉള്ളത്, ഇത് ഒരുവിധം എല്ലാ ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവർക്കുള്ളതാണ്. ഈ ഭാഗത്ത് ഡാർക്ക്നെസ് ഉണ്ട്. പിന്നെ അവിടെ ഇവിടെ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സിലും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള എപ്പോഴും നിൽക്കുന്ന ഒരു പിമ്പിൾ ഉണ്ട്, അതിനെ ഞാൻ വെറുതെ വിടുകയാണ്.
അതിനെ തൊട്ട് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇനി നമുക്ക് വിരൽ വെച്ചിട്ട് തന്നെ ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നന്നായി പഴുത്ത് നിൽക്കുന്ന പിമ്പിളിൻ്റെ മീതെ ഉണ്ടല്ലോ മേക്കപ്പ് ഇടാണ്ടിരിക്കുക തന്നെയാണ് നല്ലത്. ഇനി വന്നിട്ട് നമുക്ക് കൺസീലർ എടുക്കണം. ഞാൻ എടുക്കുന്നത് ഒരു പൊടിക്ക് എൻ്റെ സ്കിന്നിനെക്കാട്ടിലും ഡാർക്കറാണ്. കാരണം എൻ്റെ താടിയുടെ അവിടെ നോക്കുകയാണെങ്കിൽ ഡാർക്കറാണ്, എൻ്റെ കൈ ഡാർക്കറാണ്. അപ്പോൾ ഏകദേശം ഒന്ന് മാച്ചായി വരാനായിട്ട് ഒരു പൊടിക്ക്. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ സ്കിൻ ടോൺ, കറക്റ്റ് സ്കിൻ ടോൺ ഏതാണോ അത് തന്നെ എടുക്കുന്നതാണ് കേട്ടോ. കുറച്ചും കൂടി ഒരു പെർഫെക്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ താടിയുടെ കളറും ഏകദേശം കൈയിന് മാച്ച് ആക്കാൻ പ്രയാസമാണ്. കാരണം എൻ്റെ കൈ എൻ്റെ ഫേസിനെക്കാട്ടിനും ഒരുപാട് ഡാർക്കറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാച്ച് ആവാൻ പറ്റില്ല. എന്നാലും ഞാൻ എപ്പോഴും ഫൗണ്ടേഷനും കൺസീലറൊക്കെ എടുക്കുമ്പോൾ ഒരു പൊടിക്ക് ഡാർക്കർ ആയിട്ടുള്ളത് തന്നെ എടുക്കുക. അത് നമുക്ക് ഇതാണ്ടോ ഈ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ കറക്റ്റ് ഇട്ട ഭാഗത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് പ്രശ്നമുള്ള ഭാഗം മാത്രം നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താണ് മെയിൻ കാര്യം. നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നില്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ വിരൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡാബ് ചെയ്യാന്ന് പറയില്ലേ, സ്പഞ്ച് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഏതാണോ നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടണേന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഒരു സ്പഞ്ച് വെച്ച് നോക്കുക. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കല്യാണത്തിന് പോകുമ്പോഴല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, മുന്നേ തന്നെ ഒരു ചെറിയ പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പം അത് വെച്ചിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡാബ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് മാത്രം, ബാക്കി വരുന്ന ബ്രഷിലുള്ള ആ ഒരു കൺസീലർ ഉണ്ടാവില്ല, അത് വെച്ചിട്ട് മാത്രം നമുക്കിങ്ങനെ നെറ്റിയിലൊക്കെ ഒന്ന് കഴുത്തിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇനി ബ്ലഷ് ഇടാം. ബ്ലഷ് ഇത് ഫിറ്റ്മിയുടെ ബ്ലഷാണ്. വേണമെങ്കിൽ ഹൈലൈറ്റർ ഇടാം നമുക്ക്, ആ ഒരു ഗ്ലോ വേണമെങ്കിൽ. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഇച്ചിരി ഓയിലായിട്ട് ഹൈലൈറ്റഡ് ആയിക്കോളും, നോക്കട്ടെ. ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ, ഇപ്പോഴേ ഞാൻ ഇടുന്നില്ല. ലൂസ് പൗഡർ എടുക്കാം. മാഴ്സിൻ്റെ ലൂസ് പൗഡർ ഭയങ്കര നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഹൂഡയുടെ ആണെങ്കിലും മാഴ്സിൻ്റെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. അതെടുത്തിട്ട് ഈ കണ്ണിൻ്റെ താഴെ നമ്മൾ മെയിനായിട്ട് കൺസീലർ ഇട്ട ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. കണ്ണൊക്കെ എഴുതി വരുമ്പോഴേക്കും അതങ്ങ് സെറ്റ് ആയിട്ടുണ്ടാവും. ഐബ്രോസ് ജസ്റ്റ് ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി എൻ്റെ ഐബ്രോസ് ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫില്ല് ചെയ്താൽ തന്നെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് എടുത്ത് നിൽക്കും. ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു കാരമൽ ഷെയ്ഡ് എന്ന് പറയും. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഔട്ടർ കോർണേഴ്സിലൊന്നും ഇങ്ങനെ എഴുതി കൊടുക്കുക, ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഷിമ്മർ, ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രോൺസ് ആണ്, അതെടുത്തിട്ട് കണ്ണിൻ്റെ മീതെ ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. 2 ഐ ഷാഡോ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാജൽ എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കണ്ണിൻ്റെ താഴെ എഴുതി കൊടുക്കുക. ചെറുതായിട്ട് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, ഞാൻ നല്ല തിക്കായിട്ട് എഴുതുന്നില്ല. ഇനി വന്നിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഐലൈനറും കൂടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് മെബ്ലിൻ്റെ ഐലൈനറാണ്. വാലിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് ലൈറ്റായിട്ട് മസ്കാരയും കൂടി ഇട്ട് കൊടുത്താലോ. ഇത് മാഴ്സിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇതിന് ലെങ്ത്തും ഉണ്ട് വോളിയും ഉണ്ട്. ഞാൻ ലൈറ്റായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് കുറച്ച് കൺപീലി ബാക്കിയുണ്ട്. ഞാൻ ഐലാഷ് എക്സ്റ്റൻഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ കുറച്ച് കൺപീലികൾ ബാക്കിയുള്ളതുകൊണ്ട് അധികം കാര്യമായിട്ട് മസ്കാര എഴുതണ്ട. ഒന്ന് ഐബ്രോസ് ഒന്ന് നമുക്ക് ഈരി വെക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അങ്ങോട്ടും നീങ്ങി നിൽക്കും. അതുകൊണ്ട് ഒന്ന് നന്നായി ഈരി കഴിഞ്ഞാൽ, അതും നമ്മൾ ഐ ഷാഡോയും കൂടിയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഈരി വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും നമ്മൾ ആ കാജൽ എഴുതിയിട്ടുണ്ടല്ലോ അതൊന്ന് സ്മഡ്ജ് ആവുകയും ചെയ്യും, അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ഒരു കറുത്ത ലൈനിനെക്കാട്ടിനും ചെറിയൊരു ആ ഒരു സ്മഡ്ജായി വരുമ്പോഴുള്ളൊരു ഇതുണ്ടാവില്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. എന്നാലും ഞാൻ വെറുതെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമ്പോൾ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ വിചാരിക്കും, മേക്കപ്പിലാണെങ്കിൽ ഇപ്പം ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴും കുറേ പേർക്ക് ഇഷ്ടമല്ല. നാച്ചുറലായിട്ട് ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും അറിയും താനും. അപ്പം എന്താണ് നമ്മൾ മേക്കപ്പ് ലുക്കിൽ ചെയ്യണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് പലപ്പോഴും വരുന്നുണ്ട്. എനിക്ക് സജഷൻസ് ഒക്കെ പറഞ്ഞു തരണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ബ്രോൺസ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് ലൈറ്റായിട്ട് ഇന്നർ കോർണേഴ്സിലൊന്ന് എഴുതി കൊടുക്കാം. ഇതിപ്പോൾ ക്യാമറയിലേക്ക് എത്ര അറിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ.
ക്യാമറയിലേക്ക് നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് നേരിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ കഴിഞ്ഞു. അതുപോലെ കണ്ണിൻ്റെ ജസ്റ്റ് മസ്കാര ഒന്നും കൂടി ഓടിച്ച് വിടാനായിട്ട് ചെറുതായിട്ട് സ്പൂളി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പൗഡറൊക്കെ ഒന്ന് തട്ടിക്കളയാം കേട്ടോ. നമുക്കിനി ബ്ലഷ് കുറച്ചും കൂടി കൂടുതൽ ഇടണമെങ്കിൽ ഇടാം, ഹൈലൈറ്റർ ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടാവാം. ആദ്യം നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്യണത് സ്വിസ് ബ്യൂട്ടിയുടെ കൊക്കോ ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ടാണ്. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മാർസിന്റെ ഈ ഖൂബ്സൂരത് എന്ന് പറഞ്ഞ ഷെയ്ഡില്ലേ, ഇതിടാം. ഇത് ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ, ഇത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിപ് വിപ്പിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, വായിക്കാൻ കിട്ടുന്നില്ല, കാണുന്നില്ല, അതാണ് സത്യം. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. ഇത് നമുക്ക് കുറച്ച് മാത്രം ഇട്ടിട്ട് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആണ്. ഇത് മാത്രം നമുക്ക് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ എവിടെയാണോ ആ ഷൈൻ വേണ്ടേ അവിടെ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി വന്നിട്ട് നമുക്ക് കോൺടോർ എടുക്കാം. എന്നിട്ട് ഞാൻ മെയിനായിട്ട് മൂക്കിൻ്റെ ഈ ഭാഗത്ത് വേണമെങ്കിൽ മാത്രം നമുക്ക് ജോ ലൈൻ വേണമെങ്കിൽ മതി കേട്ടോ, ജസ്റ്റ് നെറ്റിയുടെ ഇവിടെ ഇതൊന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് നല്ലോണം നെറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, മേക്കപ്പ് സിമ്പിളായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഞാൻ ഇന്നലെ കുളിച്ചതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും, നാളത്തേക്ക് ഒന്നും കൂടി പതിഞ്ഞു പോവും. അങ്ങനെ ഒരു വിയേർഡ് കൈൻഡ് ഓഫ് മുടിയായിട്ടാണ് ഇപ്പം എനിക്ക് ഇരിക്കണത്. അപ്പോൾ ഞാൻ പൊതുവെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്ട്രെയിറ്റൻ ചെയ്തിടും. അങ്ങനെയാണെങ്കിൽ ഒരു 3 ദിവസം നല്ല ഇങ്ങനെ കിടക്കും. ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ മുടി, കുറച്ചുകൂടി ബൊമ്മ നല്ല ഉള്ളു തോന്നിക്കുന്നില്ലേ, പക്ഷെ പിടിച്ചാൽ അറിയാം ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനത്തെ മുടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഒരു പഫ് സ്ലീവ്സ് ഉള്ള ബ്ലൗസാണ്, ബനാറസി സിൽക്ക് സാരിയാണ്. ചട്ടപ്പട്ടേന്ന് ഞാൻ ഉടുക്കും. ഇത് വേഗം നോക്കാം. അതിൻ്റെ ഇടയിൽ എൻ്റെ ഭർത്താവും മോളും കൂടി വന്നു. അപ്പോൾ എൻ്റെ കണ്ണുടക്കിയത് എവിടെയാണെന്നറിയോ, ഏട്ടൻ്റെ മുടിയിൽ. അത് നല്ലോണം നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾ കുറച്ച് അധികം നാളായി മുടി വെട്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കൈയും കാലും പിടിച്ച് മുടി സ്ട്രെയിറ്റൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവസാനം സമ്മതിച്ചു. ആൾ ഡൈ പോലും ചെയ്യാറില്ല കേട്ടോ, വർഷങ്ങളായി ഡൈ ചെയ്തിട്ട്. പണ്ടെപ്പോഴും ഞാൻ ഡൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ആൾക്ക് അതൊന്നും താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യത്തിൽ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആൾക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമില്ല. അപ്പം ഞാൻ ലൈറ്റായിട്ടൊന്ന് പിന്നിൽ ഇത്തിരി വളഞ്ഞ് നിൽക്കുന്ന മുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇമ്മക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ത്വരയിൽ വന്ന് കുറേ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ആൾ മാറ്റി കളഞ്ഞു കേട്ടോ. മുടി ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തു. അപ്പോഴാണ് ഇനിയിപ്പോൾ എൻ്റെ മുടി എന്ത് ചെയ്യുന്നു നോക്കിയപ്പോൾ നല്ലോണം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള പോക്കർ സ്ട്രെയിറ്റ് അല്ല, കുറച്ചധികം ഇങ്ങനെ മുടി എടുത്തിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഉള്ളിൽ മുടി ഇങ്ങനെ നിൽക്കും. ആ രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കണത്. അങ്ങനെയാകുമ്പം ഞാൻ വിചാരിക്കണ 2 സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടാം, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള ഹെയർ സ്റ്റൈലിനുള്ള സമയമൊന്നും ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു, ബൺ കെട്ടാമെന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചു. അതിനുള്ള സമയമൊന്നുമില്ല, നമുക്ക് ഓടിപ്പടഞ്ഞ് വേഗം പോവാം. അപ്പോൾ ഇതേ നമുക്ക് ഹാള് വന്നിട്ട് ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാളിലേക്ക് എത്താറായി. ഇപ്പോൾ ഇതുവരെ മേക്കപ്പ് ഒന്നും അനങ്ങിയിട്ടൊന്നുമില്ല. ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കണ്ടും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സാരി നല്ല രസമായിട്ടുണ്ടല്ലോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കളർ കോമ്പിനേഷൻ. പിന്നെ ആ പഫ് സ്ലീവ്സ് ഒക്കെ തുന്നിയത് എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ കല്യാണ സ്ഥലത്ത് പോയി ചെക്കനും പെണ്ണിനെയൊക്കെ കണ്ടു. ആക്ച്വലി ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്, കാരണം ഫുഡിൻ്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെക്കനും പെണ്ണിനെയൊക്കെ കാണാൻ പോയത്. അടിപൊളി കല്യാണമായിരുന്നു, അടിപൊളി പാലട പായസമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി. ഞാൻ മേക്കപ്പ് അങ്ങനെ ടച്ച് ചെയ്തിട്ടില്ല, പകരം കുറച്ച് ഓയിലി ആയിട്ടുണ്ടായിരുന്നു. അത് ബ്ലോട്ടിംഗ് ഷീറ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കാണിക്കാം. അതല്ലാണ്ട് വേറെ ടച്ച് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടും ലിപ്സ്റ്റിക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. മേക്കപ്പ് ഒന്നും അങ്ങനെ ഇളകി പോയിട്ടില്ല. സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ. കറക്റ്ററും കൺസീലറും മാത്രം വെച്ചിട്ട് ഇതേപോലെ
ബേസ് മേക്കപ്പ് ചെയ്ത് നോക്കൂട്ടോ. ഫൗണ്ടേഷൻ ഇല്ലാണ്ട് കുറെ കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ബനാറസി സിൽക്കിന്റെ സാരീസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കൊരു 1000 രൂപ മുതൽ അങ്ങോട്ടേക്ക് ഒരുപാട് വിലയുള്ളതുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് 1000 to 2000 ഇടയ്ക്കുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചടപടയെന്ന് കൊടുക്കാൻ പറ്റും. ഇനി ബനാറസി സിൽക്ക് അല്ലെങ്കിൽ നമുക്ക് ജോർജറ്റ് സിൽക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ സാരീസ് ആണെങ്കിൽ നമുക്ക് വേഗം ഉടുക്കുകയും ചെയ്യാം. നല്ല ഭംഗി ഉണ്ടാവും, നല്ല നല്ല കളർ കോമ്പിനേഷൻസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവർക്കും എന്താ ഈ ഒരു ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ പ്രോഡക്ട്സും ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ടാവും. സാരിയുടെ ലിങ്ക് സംശയമാണ്. അപ്പോൾ ഞാൻ ഏകദേശം സിമിലർ ആയിട്ടുള്ള സാരി അങ്ങനെ കിട്ടുമെങ്കിൽ അതിടാം. ഇത് ഞാൻ കല്യാണം മേടിച്ചിട്ടുള്ള സാരിയാണ്. 1800 രൂപയ്ക്കായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇത് ഞാനിവിടെ അടുത്ത് തന്നെ തുന്നാൻ കൊടുത്തതാണ്, ഇങ്ങനെ പഫ് സ്ലീവ്സ് ആയിട്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ജ്വല്ലറി വന്നിട്ട് ജെം ഫോർ ഹെർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. അപ്പൊ ഞാൻ അവരുടെയും സ്റ്റോറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ എല്ലാം ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.